നിങ്ങളും ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് എങ്ങനെയോ വന്ന സമ്പത്തല്ല, ആരെയും കളിപ്പിച്ചും തോപ്പിച്ചും വക്രത കാണിച്ചു നേടിയെടുത്ത സമ്പത്തിനെ കുറിച്ചല്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. പല ആളുകൾക്കും നമ്മുടെ നോട്ടത്തിൽ വലിയ വീടുണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്, ആളാം വീതം വാഹനങ്ങളുണ്ട്, കാഴ്ചയ്ക്ക് അവർ വളരെ ഭംഗിയുള്ളവരാണ്, നല്ല ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക സുസ്ഥിതിയും അവർക്കുണ്ട്. പക്ഷെ അവര് പറയുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, എന്തൊക്കെയോ ഒരു നിരാശയാണ്. ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്നുണ്ട്, ഞാൻ ഇന്നെ അടുത്ത് പോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടു, അയ്യോ ഇത്രയും വീടും ചുറ്റുപാടുമൊക്കെ ഉള്ള ആള് നിങ്ങൾക്ക് ഡിപ്രഷനോ? അപ്പോൾ എവിടെയോ ദുഃഖം കലർന്നിരിക്കുന്നു, എവിടെയോ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു. പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വചനം പറയുന്നു, സുഭാഷിതം 10:22, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ